ഹായ് സുഹൃത്തുക്കളെ, എന്തൊക്കെയാണ് വിശേഷം? കൊൽക്കത്തയിലെ ഔറ പാലത്തിലേക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. രവീന്ദ്ര സേതു എന്നറിയപ്പെടുന്ന ഈ ഔറ പാലം ശരിക്കും പറഞ്ഞാൽ ഒരു എൻജിനീയറിംഗ് അത്ഭുതമാണ്. 705 മീറ്റർ നീളമുണ്ട് ഈ ഒരു പാലത്തിന്. അതായത് ഇതിൻ്റെ ക്യാൻഡിലിവർ അടക്കം 829 മീറ്റർ ഉണ്ട്. 705 മീറ്റർ നീളമുള്ള ഈ പാലം 30 മീറ്റർ വീതിയുണ്ട് ഇതിന്. ഒരു ദിവസം എത്രയോ വണ്ടികൾ, അതുപോലെ ആളുകൾ അങ്ങോട്ടും നടക്കുന്നുണ്ട്. നമുക്കൊരു അത്ഭുതമാണ്. കാരണം ഒരു ഫില്ലർ പോലും ഗംഗയുടെ അടിയിൽ നിന്നിട്ട് നമ്മൾ ആ പുഴയുടെ അടിയിൽ നിന്ന് നോക്കിയാൽ ഇതിങ്ങനെ ശൂന്യതയിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് ഈ പാലം. ടൺ കണക്കിന് സ്റ്റീൽ ഉപയോഗിച്ചിട്ട് ചെയ്ത ഈ ഒരു എൻജിനീയറിംഗ് വൈദഗ്ധ്യം എന്ന് തന്നെ പറയാം. കാരണം നമുക്കത് വീഡിയോയിലൊന്നും കാണുമ്പോൾ നമുക്കത് അത്ര മനസ്സിലാവില്ല. പക്ഷേ നമ്മൾ നേരിട്ട് അതിൻ്റെ ചുവട്ടിൽ പോയി നിന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് അത്ഭുതമാകുക. ഇത്ര വീതിയിൽ ഇത്ര വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ ഒരു പാലം ഇത് എങ്ങനെ നിർമ്മിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളത് നമുക്കൊരു അത്ഭുതമാണ്. നൂറുകണക്കിന് നല്ല ആയിരക്കണക്കിന് വണ്ടികളാണ് ഒരു ദിവസം ഈ ഒരു പാലം ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നത്. ഹൗറയെയും കൊൽക്കത്തയും ബന്ധിപ്പിക്കുന്ന ഈ ഒരു പാലം ഗംഗയുടെ അടിയിൽ നിന്നിട്ട് ഒരു ഫില്ലറില്ലാതെ ആ ഒരു എൻജിനീയറെ വിശ്വസിച്ചുകൊണ്ട് മാത്രം അതിന് മുതിർന്ന അന്നത്തെ ഭരണാധികാരികൾ, കാരണം ഇത്രയും വലിയൊരു പാലം ഇങ്ങനെ ഈ ഒരു ക്യാൻഡിലിവർ ഇതിലായിട്ട് നിൽക്കും എന്നുള്ളൊരു വിശ്വാസം, അത് ആ എൻജിനീയറുടെ ഒരു മഹാ കഴിവ് തന്നെയാണ്. കാരണം നമുക്കത് അവിടെ ചെന്ന് കാണുമ്പോഴാണ് നമുക്കിതിൻ്റെ ശരിക്കും പറഞ്ഞൊരു ഭീകരത നമുക്ക് മനസ്സിലാകുന്നത്. ഇത്രയും വലിയൊരു പാലം ഇത് ആകാശത്ത് ഇത് തൂങ്ങി ഇതുമലി ക്യാൻഡിലിവറായിട്ട് ഇത് തൂക്കി നിർത്തിയിരിക്കുന്നത് എന്തായാലും അത് നേരിട്ട് പോയി കാണേണ്ടുന്ന ഒരു അത്ഭുതം തന്നെയാണ്. കൊൽക്കത്ത പോകുന്നവരൊക്കെ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഫ്രീ കിട്ടുന്ന സമയത്ത് കൊൽക്കത്തയിലേക്കൊക്കെ ഒന്ന് പോയിട്ട് ഈ ഔറ പാലമൊക്കെ ഒന്ന് കാണണം. കാരണം എൻജിനീയറിംഗ് അത്ഭുതം എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഇത് തന്നെയാണ്. അതുപോലെ നമ്മളതിൻ്റെ അടിയിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ കണ്ടോ, ഞങ്ങൾ വെളുപ്പിനെ അവിടെ എത്തിയിരുന്നു. ഭക്തിയുടെ ഭാഗമായിട്ട് അവിടെയുള്ള ആളുകളൊക്കെ ഗംഗയിൽ വന്നിട്ട് ഇങ്ങനെ കുളിക്കുന്നുണ്ട്. ശരിക്ക് അവിടെ ഒരു ഹുഗ്ലി നദി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ശരിക്കും ഇത് ഗംഗാ നദി തന്നെയാണ്. നല്ല ഭംഗിയാണ്. പക്ഷെ ഇത്രയും ലോങ്ങുള്ളൊരു പാലം ഒരു ഫില്ലർ പോലും ഇല്ലാതെ ആ ഒരു ഇതിൽ തൂങ്ങി നിൽക്കുന്നത് അത്ഭുതം തന്നെയാണ്.